ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി രാജീവിന്റെ വീട്ടിൽ നിന്നും നിധിയെ രക്ഷിച്ച് കിളിക്കൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ നിധിയോട് സുഭാഷ് പറയുന്നു, വാ മോളെ. സുധീഷ് ബാഗും എടുത്ത് നിധിയുടെ ഒപ്പം സന്തോഷത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് കയറി വരികയാണ്. എല്ലാവരും അകത്തേക്ക് കയറി വരുമ്പോൾ നികേഷ് പറയുകയാണ്, ആദ്യം കഥ കടയ്ക്കാം, ഫോളോ ചെയ്ത് ആരെങ്കിലും വന്നാലോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ ഏരിയയാണ്, ആര് വരാനാ, ആരെങ്കിലും വന്നാൽ വിവരം അറിയും. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അത് കറക്റ്റ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ നിധി പറയുകയാണ്, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, അച്ഛൻ പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് തക്കലയിലേക്ക് പോണം, രാവിലെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞു. അച്ഛന്റെ സംസാരവും രീതിയും ഒന്നും ശരിയല്ലായിരുന്നു. ഞാൻ ഏട്ടത്തിയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ ഏട്ടത്തി പറയുന്നത് വേറെ രീതിയില. എന്താ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛനും അമ്മയ്ക്കും എന്റെ കൂടെ തിരുവനന്തപുരത്ത് താമസിക്കാൻ ഇഷ്ടമല്ല, എന്നെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, ഞാൻ അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യണം, തിരുവനന്തപുരത്തേക്ക് ഞാൻ വരാൻ പാടില്ല, ഇതാ അവരുടെ പ്ലാൻ. അതാ ഞാൻ സുധീഷിനോട് വരാൻ പറഞ്ഞത്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മോഹൻന്റെ അച്ഛൻ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ നിധി പറയണ, അച്ഛനങ്ങനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ അറിയാം, നമ്മൾ വേണം എല്ലാം ശ്രദ്ധിക്കാൻ. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാ അവരിങ്ങോട്ട് വന്നപ്പോഴേ ഇത് ശരിയാകില്ല എന്ന് ഞാൻ പറഞ്ഞത്. സുഭാഷിനൊപ്പം വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ കണ്ടില്ലേ, അഭിനയിച്ച് തകർത്ത് നിധിയെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട്, എന്നാലും അവരും പാവങ്ങളല്ലേ, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിധി അവിടെയില്ല, അവര് വല്ലാതെ വിഷമിക്കില്ലേ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, വിഷമിക്കട്ടെ, അവരൊക്കെ വിഷമിക്കേണ്ട ആൾക്കാർ തന്നെയാ. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ എനിക്ക് ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് സുഭാഷ് ഏട്ടാ. അച്ഛനും അമ്മ എന്നെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് പിന്നെ തിരുവനന്തപുരത്തേക്ക് വരാനേ പറ്റില്ല. അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഞാൻ സന്തോഷമായിട്ട് വേണ്ട ജീവിക്കാൻ, ഇങ്ങനെ ഭയന്ന് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നികേഷ് പറയുകയാണ്, അന്ന് തക്കലയിൽ നടന്നതുപോലെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള റണ്ണിങ്, ചേസിങ്, ഫൈറ്റിങ്, അങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു ടെൻഷനോടുകൂടി ഈസി ആയിട്ട് എസ്കേപ്പ് ആയല്ലേ. അപ്പൊ നിധി പറയണേ, ഈ ചെറിയ ടെൻഷൻ പോലും ഇല്ലാതെ ഇതിലും ഈസി ആയിട്ട് വരാൻ പറ്റുമായിരുന്നടാ, പക്ഷെ ആരും ആവശ്യമില്ലാതെ ഹോൺ അടിച്ച് അച്ഛൻ എഴുന്നേറ്റു. അപ്പൊ ഹരീഷ് പറയണ, ആ ആവശ്യമില്ലാത്ത ആള് വേറെ ആരുമല്ല, ഇദ്ദേഹ. ഭാസ്കരൻ ടെൻഷനോടുകൂടി കുലുങ്ങിയിരിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആ റോഡില് 300 വണ്ടി പോകുന്നത് പോലെയാണ് ഹോൺ അടിച്ചോണ്ടിരുന്നത്. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അച്ഛനാണോ ഈ പണി ചെയ്തത്? ഭാസ്കരൻ പറയണം, മോളെ, ഞാൻ അറിയാതെ ഒന്നും അടിച്ചതല്ല, അറിഞ്ഞോണ്ട് ഹോൺ അടിച്ചതാ. ഹോൺ അടിച്ച് മോളുടെ അച്ഛനെ പുറത്തേക്ക് വിളിച്ചിറക്കി ന്യായം ചോദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ. അതിനുള്ളിൽ മോളുടെ കൈയും പിടിച്ച് ഇവൻ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് അങ്ങ് പോകും, പിന്നെയുള്ള പ്രശ്നം ആര് ഹാൻഡിൽ ചെയ്യും? ഇയാളുടെ ഹോൺ കേട്ട് നിധിയുടെ അച്ഛൻ ഉറക്കം എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കി. വണ്ടി മറച്ചു വെച്ച് ഞങ്ങളും മറിഞ്ഞു നിന്ന് നിധിയുടെ അച്ഛന്റെ കണ്ണിൽ പെടാതിരിക്കാൻ പാടുപെടുകയായിരുന്നു. എല്ലാ പ്രശ്നവും ഇയാളുടെ ഹോൺ കാരണമാ വന്നേ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ അയാളോട് ന്യായം ചോദിക്കാൻ വേണ്ടി തന്നെയാ ഹോൺ അടിച്ചത്, ഇന്ന് അയാള് രക്ഷപ്പെട്ടു, നാളെ എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല, അപ്പൊ ഞാൻ ചോദിച്ചോളാം. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്, സംസാരിച്ചേൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയണ, അച്ഛന്റെ ദേഷ്യം കൊണ്ട് പറയുന്നതാ മോളെ, മോള് കഴിച്ചായിരുന്നോ? അപ്പൊ നിധി പറയുന്നു, കഴിച്ച സുഭാഷേട്ടാ, ഞാൻ വിളിച്ച ഉടനെ നിങ്ങൾ എല്ലാവരും വന്നില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഇത് കേട്ട് സുഭാഷ് പറയണ, എന്ത് ബുദ്ധിമുട്ടാ മോളെ, മോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളല്ലേ വരേണ്ടത്. അപ്പൊ സുധീഷ് പറയണ, നാളെ നിധി വീട്ടിലില്ലെന്നറിഞ്ഞാൽ നിധിയുടെ അച്ഛൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക. അപ്പൊ നിധി പറയണ, ആ കാര്യം ഞാൻ നോക്കിക്കോളാം സുധീഷ്. അപ്പൊ സുഭാഷ് പറയണ, പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിധി വീട് വിട്ടു വന്നത് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാ, എന്നാലും അവര് മോൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല. ഇത് കേട്ടിട്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അവർക്ക് വിഷമമായി എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ തന്നെ നിധി അവിടെ കൊണ്ടുപോയി വിടരുത്. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അങ്ങനെ കൊണ്ടുവിട്ടാലും ഞാൻ പോകില്ല, എനിക്കെന്തോ ഇവിടെ വന്നതിന് ശേഷമാണ് ജീവൻ വന്നതുപോലെ തോന്നിയത്. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയണ, ഞാൻ ചുമ്മാ ബിൽഡപ്പ് ഒന്നും അല്ല പറഞ്ഞത്, ശരിക്കും ഇപ്പം എനിക്ക് ഇതാ വീട്, ഇവിടെ താമസിക്കുമ്പോഴാ എനിക്കൊരു സമാധാനം ഉള്ളത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഇവിടെ ഉണ്ടെങ്കിലേ ഈ വീട്ടിലൊരു സന്തോഷമുള്ളൂ. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി, ഇത്രയും നാളും ഞാൻ ഏട്ടത്തി ഒരുപാട് മിസ് ചെയ്തു, പറഞ്ഞ സുഭാഷേട്ടൻ വഴക്ക് പറയും, അതുകൊണ്ടാ പറയാതിരുന്നത്. അപ്പൊ സുധീഷ് പറയണ, പക്ഷെ ഞാൻ മിസ് ചെയ്തൊന്നുമില്ല, നിധി പോയ വേഗത്തിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇത് കേട്ടാ തോന്നുമല്ലോ ഞാൻ സുധീഷിന് വേണ്ടി തിരിച്ചു വന്നതാണെന്ന്, എനിക്ക് എന്റെ ജോലിയാണ് പ്രധാനം, അതുകൊണ്ടാണ് വന്നത്. ഇത് കേട്ട് സുധീഷ് പറയണ, ഓഹോ ഓക്കെ, അത് നിധി എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ നീ തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു, നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിധി. ഇത് കേട്ട് ചിട്ടി നിധി സുധീഷിനെ നോക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന് പതിരി സുധീഷ് പറയണം, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഇല്ലാതെ നിധിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഇത് കേട്ട് നിധി പറയുകയാണ്, ഓ ശരി, ഞാൻ പോയി ഉറങ്ങട്ടെ സുഭാഷ് ഏട്ടാ. ശരി മോളെ, പോയി ഉറങ്ങെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി റൂമിലേക്കും പോകുന്നു. നിധി റൂമിന്റെ വാതിൽ അടച്ചതിന് ശേഷം നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, എടാ
അവൾ എനിക്ക് വേണ്ടിയാടാ വന്നിരിക്കുന്നേ. അവൾക്ക് അത് പറയാൻ നാണോ? ഇത് കേട്ട് നികേഷ് പറയുകയാണ്, നാണമുള്ളതായിട്ടൊന്നും ഞങ്ങക്ക് തോന്നിയില്ല. അത് പറയാൻ ഏട്ടത്തി എന്തിനാ നാണിക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല, നീ കൊച്ചു പയ്യനല്ലേ, നിനക്ക് അതൊന്നും അറിയില്ല. അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടടാ. എത്രയും പെട്ടെന്ന് അവളത് അവളുടെ നാവുകൊണ്ട് തന്നെ പറയും. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, എടാ സുധീഷ് ഏട്ടൻ ഉണർന്നിരുന്ന സ്വപ്നം കാണട്ടെ, നമുക്ക് ഉറങ്ങാം. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അത് ഹരീഷ് ഏട്ടൻ പറഞ്ഞാൽ ശരിയാ. ഹരീഷ് ഏട്ടൻ പോയി പായും തലവണ എടുത്തോണ്ട് വാ, നമുക്ക് ഉറങ്ങാം. അപ്പൊ സുധീഷ് പറയുകയാണ്, പോയി കിടന്നുറങ്ങടാ, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് നടക്കും. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വരും. അങ്ങനെ അവരെല്ലാവരും ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് ആലോചിച്ച് നിൽക്കുന്നു. തുടർന്ന് രാവിലെ രാജീവ് ഫോണിലൂടെ അരുണിനോട് പറയുന്നു, ഒരു 10 മണിക്കുള്ളിൽ ഞങ്ങൾ അങ്ങെത്തുകടാ. ലഞ്ചിന് വീട്ടിലുണ്ടായിരിക്കും. നീ അതിനുള്ളിൽ ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളെല്ലാം തീർക്കണം. ഈ സമയം കോഫിയുമായി അവിടേക്ക് വന്ന ഹേമ കോഫി ടേബിളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഫോൺ കട്ട് ചെയ്ത് രാജീവ് ചോദിക്കുന്നു, എന്താ ഹേമേ, സാധാരണ കോഫി എന്റെ കയ്യിൽ തന്നിട്ടാണല്ലോ പോകുന്നത്, ഇതെന്താ ടേബിളിൽ വെച്ചിട്ട് പോകുന്നേ? അപ്പൊ ഹേമ പറയണ, സോറി രാജീവേട്ട, എന്തൊക്കെയാ ആലോചിച്ചോണ്ട് വന്നതാ. ഇത് കേട്ട് രാജീവ് ചോദിക്കുന്നു, അതെന്താ ആലോചനയാ? അപ്പൊ ഹേമ പറയുകയാണ്, രാജീവേട്ട, എല്ലാം നമ്മുടെ മകളെ കുറിച്ച് തന്നെയാ. അവൾ ഇന്ന് നമ്മുടെ കൂടെ വരുമോ വരത്തില്ല എന്ന് പറഞ്ഞ വാശി പിടിക്കുവോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് രാത്രി ശരിക്കും ഉറങ്ങിയില്ല. അപ്പൊ രാജീവ് പറയണ, അവള് വരും, വരാതെ എവിടെ പോകാനാ? അവൾ എഴുന്നേറ്റോ, കോഫി കൊടുത്തോ? അപ്പൊ ഹേമ പറയണ, ഇല്ല, രാവിലെ റൂമിൽ ശബ്ദം പോലും കേട്ടില്ല, ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അവൾക്കും കൂടിയാ കോഫി ഉണ്ടാക്കിയത്, ഇനിയും പോയി ഉണർത്തട്ടെ. അപ്പൊ രാജീവ് ചോദിക്കണ, ഇതുവരെ എഴുന്നേറ്റില്ലേ? സാധാരണ ഈ സമയത്ത് എഴുന്നേൽക്കുന്നതാണല്ലോ. ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹേമ അങ്ങോട്ടേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു, ഞാനും കൂടി വരാം. അങ്ങനെ അവർ നിധിയുടെ റൂമിന്റെ അരികിലേക്ക് ചെന്ന് വാതിൽ തട്ടി നിധിയെ വിളിക്കുകയാണ്. വാതിൽ തുറക്കാത്തത് കൊണ്ട് അകത്തേക്ക് കയറി നിധി എന്ന് വിളിച്ച് ചുറ്റും നോക്കുകയാണ് രാജീവും ഹേമയും. രാജീവ് ചോദിക്കുന്നു, ഹേമേ, നിധി റൂമിലില്ലല്ലോ, എവിടെ പോയി അവള്? ബാത്റൂമിൽ നോക്കിയിട്ട് ഹേമ പറയുകയാണ്, അവൾ ഇവിടെയെങ്കിലും ഇല്ലല്ലോ, അവളെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയേ. രാജീവ് നിധിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. എന്താ രാജീവ് ഏട്ടാന്ന് ഹേമ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുന്നു. ഹേമ ചോദിക്കുന്നു, ഫോൺ ഓഫ് ചെയ്തിട്ട് ഇവൾ എവിടെ പോയതാ? അപ്പൊ രാജീവ് പറയണ, എന്നോട് ചോദിക്കുക, ഇതൊന്നും ശ്രദ്ധിക്കാതെ നീ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പൊ ഹേമ പറയണ, രാജീവേട്ട, അവൾ ഉറങ്ങുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ രാജീവ് പറയുന്നു, അവള് വീട്ടിലില്ലല്ലോ, നീ രാവിലെ എഴുന്നേറ്റതല്ലേ, ആരെങ്കിലും കഥക് തുറക്കുന്ന ശബ്ദം കേട്ടായിരുന്നു? അപ്പൊ ഹേമ പറയണ, ഇന്നലെ നമ്മളല്ലേ കഥ അകത്ത് നിന്ന് പൂട്ടിയിട്ട് കീയുമായി ബെഡ്റൂമിലേക്ക് പോയത്, രാവിലെ ഞാൻ ആ കഥക് തുറന്നത്. അവള് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ഒരു സാധ്യതയില്ല. സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് പിൻവശത്തെ കഥകിന്റെ അരികിലേക്ക് പോയി നോക്കുകയാണ് രാജീവ്. ചുറ്റും നോക്കി രാജീവ് ചോദിക്കുന്നു, ഹേമേ, പിന്നിലത്തെ വാതില് നീയാണോ തുറന്നത്? അപ്പൊ ഹേമ പറയുകയാണ്, ഇല്ല, ഞാൻ അവിടേക്ക് പോയേ ഇല്ല, ആരെ തുറന്നെന്ന് അറിയില്ല. അപ്പൊ രാജീവ് പറയുകയാണ്, ഇപ്പൊ മനസ്സിലായില്ലേ, അവള് പോയി. ഇത് കേട്ട് ഹേമ ചോദിക്കാണ്, പോയെന്നോ? എനിക്ക് മനസ്സിലായില്ല, അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെന്നാണോ പറയുന്നേ? അതുകൊണ്ടാണോ പിന്നിലത്തെ വാതിൽ തുറന്നു കിടക്കുന്നേ? അതുകൊണ്ടാണോ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുന്നേ? അപ്പൊ രാജീവ് പറയാണ്, ഹേമേ, അവളെ ആരും കടത്തിക്കൊണ്ട് പോയി കാണില്ല, ആ സുധീഷും അവന്റെ ചേട്ടനും അനിയന്മാരും കൂടി വന്ന് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും. രാത്രി വണ്ടിയുടെ ഹോണടി കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, അവന്മാരായിരിക്കും വന്നത്. ഇപ്പൊ അവള് ആ വീട്ടിൽ കാണും. അത് രാവിലെ തക്കലയിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ അവള് രാത്രി അവന്മാരെ വിളിച്ചു വരുത്തി അവന്മാരുടെ കൂടെ പോയത്. ഇത് കേട്ട് ഹേമ പറയുകയാണ്, എന്റെ ഭഗവാനെ, ഇവിടെ ബുദ്ധി എന്താ ഇങ്ങനെയായി പോയത്? മാളിക പോലുള്ള വീടുണ്ടായിട്ടും കുടിലിൽ പോയി താമസിക്കാനാണല്ലോ അവൾ ആഗ്രഹിക്കുന്നത്. ഇവളെ എങ്ങനെയാ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക? ഇത് കേട്ട് രാജീവ് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാറിൽ രാജീവും ഹേമയും കിളിക്കൂട്ടിലേക്ക് വരികയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, ഓ, ഇവരായിരുന്നോ? രാത്രിയിൽ നടന്ന കഥ ഇപ്പോഴായിരിക്കും മനസ്സിലായത്, അതാ ഓടിപ്പിടിച്ചു വരുന്നത്. അങ്ങനെ പുഞ്ചിരിച്ച അവരുടെ അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, നമസ്കാരം, വരൂ വരൂ, നിധി ഇവിടെ ഉണ്ടോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ്, ഇത് എന്ത് ചോദ്യ? എന്റെ മരുമകളെ എന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയാ താമസിക്കുക? രാജീവ് ചോദിക്കുന്നു, അവൾ എങ്ങനെ നിങ്ങളുടെ മരുമകളായത്? ദേ നോക്ക്, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, എന്റെ മകളോട് സംസാരിച്ച അവളെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അതിനെന്താ, നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്ത് പോയി സംസാരിക്കുക, പക്ഷെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരികയാണ് രാജീവും ഹേമയും. ഹരീഷും നികേഷും ടെൻഷനോടുകൂടി അവരെ നോക്കുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, വരൂ സർ, ഇരിക്കൂ. അപ്പൊ രാജീവ് പറയുകയാണ്, നിധിയെ വിളിക്ക്. നിധി അകത്തുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, വിളിക്കവളെ. ഇത് കേട്ടുകൊണ്ട് സുധീഷും അവിടേക്ക് വരുന്നു. റൂമിന്റെ വാതിൽ തട്ടി നിധിയെ വിളിക്കുകയാണ് സുഭാഷ്. വാതിൽ തുറന്ന നിധി ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഭാസ്കരനും അകത്തേക്ക് കയറി വരികയാണ്. ഹേമ ചോദിക്കുന്നു, നിധി, നീ എങ്ങനെയാ ഇവിടെ വന്നത്? അപ്പൊ രാജീവ് പറയുന്നു, ഹേമേ, ഞാൻ സംസാരിക്കാം, നിധി ഇങ്ങോട്ട് വന്നേ. നിധി അരികിലേക്ക് വരുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? അച്ഛനോടും അമ്മയോടും പറയാതെ ഇങ്ങോട്ട് വന്നത് എന്തിനാ? അപ്പൊ നിധി പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു അച്ഛാ, പക്ഷെ ആ സാഹചര്യത്തിൽ പറയാൻ പറ്റിയില്ല. ദേഷ്യത്തോടു കൂടി ഹേമ ചോദിക്കുന്നു, എന്ത് സാഹചര്യമായിരുന്നടി? മുൻവശത്തെ വാതിലും ഗേറ്റും പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി പിൻവശത്തൂടെ പോയിരിക്കുന്നു. നീ എങ്ങനെയാടി വന്നത്? നേരം വെളുത്ത ഉടനെ ഇറങ്ങി പോന്നതാണോ? അപ്പൊ നിധി പറയണ, അല്ലമ്മേ, ഞാൻ രാത്രി തന്നെ ഇവിടെ വന്നു. ഇത് കേട്ടിഞ്ഞിട്ട് ഹേമ ചോദിക്കണ, രാജീവേട്ടാ, കേട്ടില്ലേ, എന്ത് ധൈര്യത്തിലാ മറുപടി പറയുന്നതെന്ന്? രാജീവ് ചോദിക്കുന്നു, മോളെ നിധി, നീ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ഞങ്ങൾ
ഞങ്ങളെ കുറിച്ചൊന്നും നീ ചിന്തിക്കുകയില്ലേ? അപ്പൊ നിധി പറയുന്നു, എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു അച്ഛാ, അതാ സുധീഷിനോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നത്. രാജീവും ഹേമയും വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, സർ ടെൻഷൻ ആകരുതേ, ഇരുന്ന് സംസാരിക്കാം. അപ്പൊ രാജീവ് പറയുകയാണ്, രാത്രിക്ക് രാത്രി ആരുടെ കൂടെയോ ഇറങ്ങി വന്നിരിക്കുന്നു, ഇതൊക്കെ ശരിയാണോ നിധി? അപ്പൊ നിധി പറയുകയാണ്, ആരുടെയെങ്കിലും കൂടെ അല്ല അച്ഛാ, ഞാൻ സുധീഷിന്റെ കൂടെയാണ് വന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാ. ഹേമ ചോദിക്കുന്നു, പേടിയോ? നീ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് വരാൻ നിനക്ക് പേടിയാണോ? നീ 22 വർഷം ജീവിച്ചത് അവിടെയല്ലേ, അവിടേക്ക് വരില്ലേ നീ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ വരില്ല അമ്മേ. ഹേമ ചോദിക്കുന്നു, എന്തുകൊണ്ട്? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ വരില്ല, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുകയാണ് സുധീഷ്. അപ്പൊ രാജീവ് പറയുന്നു, ദേ നോക്കുമോളെ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് അവിടെ ജീവിക്കാം. അച്ഛൻ നിനക്ക് അവിടെ തന്നെ ഒരു ഓഫീസ് ഇട്ട് തരാം. നിന്റെ ഇഷ്ടത്തിന് ജോലി ചെയ്ത് നിനക്ക് അവിടെ തന്നെ താമസിക്കാം. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് വലിയ ഓഫീസ് ഒന്നും വേണ്ട ചാ, ഞാൻ ഇവിടെ ഏറ്റെടുത്ത ജോലി തന്നെ ഒരുപാടുണ്ട്, അത് ഞാൻ ചെയ്യട്ടെ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, ദേ നോക്ക്, നിന്നോട് ഞാൻ അവിടെ തന്നെ താമസിക്കണമെന്ന് പറയുന്നില്ല. നിനക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടെയുള്ള ജോലികളും ചെയ്യാം. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇല്ല ചാ, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് അച്ഛൻ ഇതൊക്കെ പറയുന്നത്. അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അച്ഛന് തന്നെ അറിയാം. എന്നെ തക്കലയിൽ തന്നെ നിർത്തണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയാകില്ല ചാ. രാജീവ് ചോദിക്കുന്നു, ഏത് ശരിയാകില്ലെന്ന്? അവിടെ വന്ന് താമസിക്കുന്നതിൽ നിന്റെ പ്രശ്നം എന്താ? അപ്പൊ നിധി പറയുകയാണ്, മനസ്സിലാക്കച്ചാ, എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. രാജീവ് ചോദിക്കുന്നു, നിധി, നേരത്തെ പോലെ നിനക്ക് കല്യാണ ഏർപ്പാടുകൾ ചെയ്യുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? അച്ഛൻ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇത് കേട്ട് നിധി പറയുകയാണ്, അച്ഛാ, എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല, പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്, എന്നെ വിട്ടേര്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഉറക്കെ രാജീവ് ചോദിക്കുന്നു, നിധി, എന്നെ വിട്ടേരെന്ന് എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നെ എങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റും? ഇവരൊക്കെ ആരാ നിന്റെ? പറ, ആരാ ഇവരൊക്കെ? ആങ്ങളെയാണെന്ന് പറഞ്ഞ സുഭാഷേട്ടാന്ന് വിളിച്ചാൽ സുഭാഷ് നിന്റെ ആങ്ങളെ ആകുമോ? വിവരം ഉണ്ടോടി നിനക്ക്? കൊച്ചുകുട്ടിയെ പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു തന്നല്ലേ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? വീണ്ടും നീ ഇവിടെ വന്നിരിക്കുകയാണോ? അച്ഛനെ അമ്മയെക്കാളും ഇവരൊക്കെ നിനക്ക് പ്രധാനപ്പെട്ടവരായോ? പറ, ഞങ്ങൾ നോക്കുന്നത് പോലെ നിന്നെ ഇവര് നോക്കുമോ? ഇവര് നിനക്ക് നല്ലത് വല്ലതും ചെയ്യുമോ? ആദ്യം ഇവിടുന്ന് ഇറങ്ങ, എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഇറങ്ങെന്ന് പറഞ്ഞ രാജീവ് ദേഷ്യത്തോടുകൂടി നിധിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. കൈ തട്ടി മാറ്റി ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, അച്ഛാ, എന്നെ വിടാനല്ലേ പറഞ്ഞത്? രാജീവും ഹേമയും ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ വരില്ല, എനിക്ക് ഇവിടെ താമസിക്കാനാ ഇഷ്ടം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, ഇത്രയും നാളും ഞാൻ ഇവിടെയല്ലേ താമസിച്ചത്, ഞാൻ ഇനി ഇവിടെ തന്നെ താമസിച്ചോളാം. രാജീവ് ചോദിക്കുന്നു, നിനക്കെന്താ വട്ടാണോ? അന്ന് നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു, സുധീഷിന്റെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ താമസിച്ചു. സുധീഷിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ നീ ഡിവോഴ്സ് മേടിച്ചത്. ഇനി നീ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ഹേമ ചോദിക്കുന്നു, എടി, നിനക്ക് ഇങ്ങനെ പറയാൻ നാണോ ഇല്ലടി? ഭർത്താവായവനെ ഡിവോഴ്സ് ചെയ്തിട്ട് അവന്റെ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന് പറയാൻ ഇതുപോലെ എവിടെയെങ്കിലും നടക്കൂടി? നിധി ചോദിക്കുന്നു, ആരിതൊക്കെ അറിയാൻ പോകുന്നു? നിങ്ങൾ പറഞ്ഞാലല്ലേ എല്ലാവരും അറിയൂ. അപ്പൊ ഹേമ പറയുകയാണ്, വേറെ ആരും അറിയണ്ടടി, നിനക്കും എനിക്കും അറിയാലോ, ദേ ഈ നിൽക്കുന്ന ഈ കുടുംബത്തിലുള്ളവർക്കും അറിയാലോ, പിന്നെ ആരാടി അറിയേണ്ടത്? നിനക്കെന്താ വിവരമില്ലേ? പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഈ വീട്ടിലുള്ള മുതിർന്നവർ നല്ലത് പറഞ്ഞു കൊടുക്കോ? അതുമില്ല. പാതിരാത്രി നീ വിളിച്ച ഉടനെ ഓടി വന്ന് കൂട്ടിക്കൊണ്ടു പോന്നില്ലേ? ഇവരോട് ഞാൻ ഇനി എന്ത് പറയാനാ? അപ്പൊ രാജീവ് പറയുകയാണ്, നിധി, കൊച്ചു കുട്ടിക്ക് പറഞ്ഞു തരുന്നത് പോലെ നിനക്ക് ഞങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ദേ നോക്ക്, വീണ്ടും പറയുക, ഇത് നിന്റെ വീടല്ല, നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. നിനക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഭയമാണെന്ന് പറയുന്നു. നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ ഞങ്ങൾക്കും ഭയമാ. നീ ചെറിയ പെൺകുട്ടിയാണ്, ഈ നിമിഷത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാണ് നീ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഞങ്ങള് നിന്റെ ഭാവി ജീവിതത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദേ നോക്കുമോളെ, നാളെ നിനക്കൊരു നല്ല ജീവിതം വേണം. നീ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം നിന്റെ ഭാവി ജീവിതത്തെ ബാധിക്കും. പറയുന്നത് കേൾക്കുമോളെ, ഈ സുധീഷിനെ ഡിവോഴ്സ് ചെയ്തിട്ട് സുധീഷിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് തെറ്റാണ്, അതൊരിക്കലും ശരിയാകില്ല. നീ വാ, നമുക്ക് പോകാം. അങ്ങനെ രാജീവ് നിധിയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ അച്ഛാന്തി വിളിച്ച് കൈ തട്ടി മാറ്റി നിധി ചോദിക്കുന്നു, ഇപ്പൊ എന്താ? സുധീഷിനെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം? എങ്കിൽ സുധീഷിന്റെ എന്റെയും കല്യാണം നടത്തിത്താ. ഇത് കേട്ട് രാജീവും ഹേമയും ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷും ഭാസ്കരനും ഹരീഷും നികേഷും എല്ലാം വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടുകൂടി സുധീഷിനെയും നിധിയെയും നോക്കുന്നു. ഹേമ ചോദിക്കുന്നു, എടി, നീ എന്താണ് ഈ പറയുന്നേ? ആലോചിച്ചാണോ ഇതൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണ, ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഈ തീരുമാനം എടുത്തേ. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ താമസിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഇവിടെ താമസിക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം. അത് ഞാൻ ശരിയാക്കിക്കോളാച്ചാ. എന്റെയും സുധീഷിന്റെയും കല്യാണം വീണ്ടും നടത്തിത്താ, അപ്പൊ എനിക്ക് ഈ വീട്ടിൽ താമസിക്കാമല്ലോ. ഇത് കേട്ട് രാജീവും ഹേമയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അത്രേ ഉള്ളൂ, നിങ്ങൾ എന്റെയും സുധീഷിന്റെയും കല്യാണം നടത്തിത്താ, പിന്നെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. ആദ്യം നടന്ന കല്യാണത്തിന് ആരും ഇല്ലായിരുന്നു. ആ കുറവെല്ലാം മാറ്റി അച്ഛനും അമ്മയും ഏട്ടത്തിയും ഏട്ടനും എല്ലാവരും എന്നെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കല്യാണം നടത്തിത്താ.
താ. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇത് കിട്ടിയ രാജീവ് പറയണ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കാതെ നിധി. ഈ സുധീഷിനെ നീ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തെന്നുള്ള കാര്യം മറന്നോ? ഇവനൊരു ഫ്രോഡാ. നുണ പറഞ്ഞ നിന്നെ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യയായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നീ ഡിവോഴ്സ് മേടിച്ചേ? ഇത് കിട്ട് സുധീഷ് പറയണ ഹലോ, അവള് മറന്നത് നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണോ? അത് ഞങ്ങളുടെ പ്രശ്നമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ നിധി പറയണ സുധീഷെ ഞാൻ സംസാരിക്കാം. അച്ഛാ, സുധീഷ് പറഞ്ഞത് ശരിയാ, അത് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നമാണ്, ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം. എനിക്ക് സുധീഷിനെ കല്യാണം കഴിക്കാൻ സമ്മതമാ. സുധീഷിന് സമ്മതമല്ലേ? സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു എനിക്ക് ഡബിൾ ഓക്കെയാണ് നിധി, ഇപ്പൊ താലി കെട്ടാൻ പറഞ്ഞാലും കേട്ടാം. അങ്ങനെ സുധീഷ് നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ പറയുന്നു എടാ ഒന്ന് അടങ്ങടാ. ഓക്കെ എന്ന് പറഞ്ഞ് സുധീഷ് പുഞ്ചിരിച്ച് പിന്നോട്ടേക്ക് മാറുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ് സുഭാഷ്, നികേഷും ഹരീഷും. നിധി പറയുന്നു അച്ഛാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ സമ്മതമാ. ആചാരപ്രകാരം ഞങ്ങളുടെ കല്യാണം നടത്തിത്താ. പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛാ പ്ലീസ് അച്ഛാ, ഞങ്ങളുടെ കല്യാണം നടത്തിത്താ. കണ്ടു തിരിഞ്ഞ രാജീവ് പറയുന്നു നടക്കില്ല മോളെ, നീ ധൃതി പിടിക്കുക. ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലോചിക്ക്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ജീവിതം ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടിയതാണ്. അത് ഉപയോഗിക്കാതെ ഭ്രാന്തി പിടിച്ചതുപോലെ നീ എന്തൊക്കെയോ പറയുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഈ പറയുന്നത്? രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നു. ഇവിടെ എന്താ ഭൂതമോ പ്രേതമോ ഉണ്ടോ? എന്റെ വീടിനെ കുറിച്ച് അനാവശ്യം പറയരുത്, അത് ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ട് രാജീവ് പറയണ ഞാൻ എന്റെ മകളോടാണ് സംസാരിക്കുന്നത്, ആരും അനാവശ്യമായി ഇതിൽ ഇടപെടണ്ട. നിധി ചോദിക്കുന്നു അച്ഛ പ്ലീസ് അച്ഛാ, ഇത്രയും നാളും ഞാൻ ഈ വീട്ടിൽ താമസിച്ചപ്പോൾ അച്ഛൻ വന്ന് വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അച്ഛൻ എന്നെ വന്ന് വിളിക്കാഞ്ഞത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുധീഷിനെ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചോളാം, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി കണ്ണീര് തുടക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നതുകൊണ്ട് എന്റെ കല്യാണം നന്നായി കാണാൻ പറ്റിയില്ലെന്ന്. ഇത്തവണ പ്രോപ്പർ ആയിട്ട് കല്യാണം നടത്താം. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അച്ഛാ എനിക്ക് വേണ്ടി ഇത് സമ്മതിക്കണം. അപ്പൊ സുധീഷ് പറയണ നിധിയുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കണം. രാജീവും ഹേമയും ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ നിധി നീ ശരിയായ തീരുമാനം എടുത്തത്, നമുക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കാം. നീ എന്തു പറഞ്ഞാലും എനിക്ക് ഓക്കെയാ. അപ്പൊ നിധി പറയുന്നു സുധീഷ് ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കുകയല്ലേ. ഇത് കേട്ട് ഹേമ ചോദിക്കണ എടി ഇവനെയാണോ നീ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത്? പിന്നെ എന്തിനാടി നീ ഇവനെ ഡിവോഴ്സ് ചെയ്തത്? അപ്പൊ നിധി പറയുന്നു ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കോടതിയിലേക്ക് പോയത് സുധീഷിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെയാ. അവിടെ വെച്ച് സുധീഷ് ഗോപി സാറിനോട് സംസാരിക്കുന്നത് കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യത്തില് ഞാൻ ഡിവോഴ്സിന് ഓക്കെ പറഞ്ഞതാ. അതെല്ലാം ഒരു 10-15 നിമിഷം കൊണ്ട് അവസാനിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ, സുധീഷിനോട് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം ഡിവോഴ്സിൽ അവസാനിക്കില്ലായിരുന്നു. ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു. ഞാൻ കോടതിയിലേക്ക് പോയത് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്നും വരാനും പറ്റില്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം പ്ലീസ്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇവിടെയാണ് കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളത്. പ്ലീസ് അച്ഛാ എന്നെ തിരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് തക്കലയിലേക്ക് വന്നാലും എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അവിടെ എനിക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല. നല്ല കോളേജിലെ എനിക്ക് സീറ്റ് കിട്ടി. നിങ്ങളുടെ കൺവെന്റിൽ തന്നെ ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു സാധാരണ കോളേജിൽ കൊണ്ടുപോയി എന്നെ ചേർത്തു. അവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഗോൾഡ് മെഡൽ മേടിച്ചു. അതിനൊന്നിനും നിങ്ങൾ ഒരു വിലയും തന്നിട്ടില്ല. ശരി ജോലിക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ ജോലിക്ക് പോകാൻ പാടില്ല, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കല്യാണത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തു. എനിക്ക് പറ്റില്ലമ്മ, ഇനി എനിക്ക് അവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല. ഞാൻ ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണ്. എനിക്കത് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഞാൻ ഇവിടെ താമസിച്ച ഒരു വർഷത്തില് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്ത് ഡിസിഷൻ എടുത്താലും ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത്. ഇവിടെ താമസിച്ചാലേ ഞാനായിട്ടിരിക്കാൻ പറ്റൂ. എന്റെയും സുധീഷിന്റെയും കല്യാണം നടത്തിത്താ. കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം ആരും കണ്ടില്ല, ഞങ്ങൾക്ക് പോലും ഓർമ്മയിലില്ല. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു കല്യാണം വേണം. ഇത് കേട്ട് കണ്ടു നിറഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും. സുധീഷ് കണ്ടു നിറഞ്ഞ് നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്